എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് സുഖകരമാവണമെന്നില്ല. അവയ്ക്ക് താളമുണ്ടാവില്ല, നിറമുണ്ടാവില്ല, വേണ്ട ചിഹ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ളത് വേദന നിറഞ്ഞ സ്നേഹം മാത്രം. സായ എന്നാണ് അവളുടെ തൂലികാ നാമം. വേദനയുടെ രാപ്പകലുകൾക്ക് ശേഷം കോഴിക്കോട്ടെ മഹിളാ മന്ദിരത്തിലിരുന്ന് അവൾ കവിതയും കഥയും എഴുതി. ചുറ്റുമുള്ള പ്രതലങ്ങളിൽ അനുഭവങ്ങളെ വരച്ചുവെച്ചു. ബംഗ്ലാ ഭാഷയിൽ എഴുതിയ രചനകൾ ഇംഗ്ലീഷിലാക്കിയത് ധാക്കയിലുള്ള ഇന്ദു വർമ്മയാണ്. കഥ പിന്നീട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ജീവകാരുണ്യ പ്രവർത്തകൻ അനൂപ് ജി. കവിതകൾ അനുപമ മിലി വിവർത്തനം ചെയ്തു. 2 മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഗവൺമെൻറ് മഹിളാ മന്ദിരത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വെച്ചാണ് ഈ സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആ മഹിളാ മന്ദിരത്തിൻ്റെ ചുമരിൽ മുഴുവൻ ഇവർ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവരുടെ ഒരു ഡയറി അവരെനിക്ക് കൊണ്ടുതരികയാണ് ചെയ്തത്. ആ ഡയറിയിൽ മുഴുവൻ ബംഗ്ലയിൽ അവർ ഒരുപാട് കഥകളും കവിതകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. 34 വയസ്സിൻ്റെ 3 പെൺകുട്ടികളുടെ അമ്മയാണ്. വീട്ടിൽ നിന്ന് എന്തോ ചെറിയൊരു കാരണത്തിന് തെറ്റിപ്പിരിഞ്ഞ് പോകുന്നതാണ്. അത് ചെന്ന് പെട്ടത് വല്ലാത്തൊരു ഊരാക്കുടുക്കിലും. അങ്ങനെയുള്ളൊരു സ്ത്രീ എഴുതിയതാണെന്ന്. കാരണം പ്രാർത്ഥനയുണ്ട്, നാടിനെക്കുറിച്ചുള്ള ബോധമുണ്ട്, പ്രണയമുണ്ട്, വിരഹമുണ്ട്. ദൈവവിശ്വാസിയായ സായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഓരോ രചനയും തുടങ്ങുന്നത്. മക്കളായ ഹീര, ഓനു, നൂൻ എന്നിവർക്ക് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നു. 34 ഫീമെയിൽ ബംഗ്ലാദേശ് എന്ന പേരിലാണ് സായ വരച്ച 24 ചിത്രങ്ങളുടെ പ്രദർശനം. പുസ്തകവും ചിത്രങ്ങളും വിറ്റുകിട്ടുന്ന പണം സായയുടെ തുടർജീവിതത്തിൽ വെളിച്ചം പകരും. കെ ഇല്യാസ്, മീഡിയ 1, കോഴിക്കോട്.